നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കേരളത്തിലെ ഈ മുഖ്യധാര കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങളുണ്ടല്ലോ, ഇവരാരും റിപ്പോർട്ട് ചെയ്യാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിലൊന്ന് പെടുത്താനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ജന്തർ മന്ദറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് ഫുഡ് എത്തിച്ചു കൊടുത്ത ജുനൈദ് ഭായിയുടെ വാർത്തകളാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും ഇത് റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലെന്നുള്ളതാണ്. ഈ ജുനൈദ് ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ, താടി വെച്ച, തൊപ്പി വെച്ച, ഒരു ഈമാനുള്ള ഒരു സഹോദരൻ. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികൾ അവർ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ അവർക്കവിടെ ഫ്രീ ആയിട്ട് വെള്ളവും ഭക്ഷണവും എത്തിച്ചു കൊടുത്തു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഈ സഹോദരൻ്റെ കുടുംബത്തെ നമ്മുടെ യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് കയറി നരനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ബാപ്പയെ പിടിച്ചു, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ്, അങ്ങനെ എല്ലാവരെയും യുപിയുടെ പോലീസ് വല്ലാത്ത രീതിയിൽ ഇപ്പം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കേരളത്തിലെ ഈ വിഷം വമിക്കുന്ന, എഴുന്നേറ്റ് പോലും നിൽക്കാൻ ത്രാണിയില്ലാത്ത ഒരു വൃത്തികെട്ട ക്ഷുദ്രജീവി പറഞ്ഞ് നിങ്ങൾ പല ആൾക്കാരും കേട്ട് കാണുമല്ലോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വാർത്ത, ജന്തർ മന്ദറിൽ സമരം നടത്തിയിട്ടുള്ള പിള്ളേരെ 4 മണിക്കൂർ ഞാൻ അങ്ങോട്ട് കർഫ്യൂ അങ്ങോട്ട് പ്രഖ്യാപിച്ചിട്ട് അങ്ങോട്ട് വെടിവെച്ച് അങ്ങോട്ട് തീർക്കും, എന്നിട്ട് നേരെ പൊക്കിയെടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടിടുമെന്നാണ് ഈ വേട്ടാവളിയനായിട്ടുള്ള ഈ നരഭോജി പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഇതല്ലേ ഒരു തീവ്രവാദം? എടാ, അവിടെ വന്ന് സമരം ചെയ്തവർക്ക് ഭക്ഷണം കൊടുത്തവൻ്റെ കുടുംബത്തെ വേട്ടയാടുന്നു, അവനെ വേട്ടയാടുന്നു. ഇതെന്ത് രാജ്യമാണ് നമ്മുടേത്? സത്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഈ കോക്രോച്ച് പാർട്ടിയുടെ അഭിജിത്ത് ജിക്ക് നമ്മുടെ യോഗിക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കേട്ടോ. ഇത് ഒരു സൂചന മാത്രമാണ്. ഇപ്പോൾ അവരെ കുടുംബത്തെ വിട്ടയച്ചു എന്നുള്ളൊരു വാർത്ത കാണുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അവരെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ആ കുടുംബത്തെ വേട്ടയാടുന്ന ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ നിലക്ക് നിർത്തും ഈ പാറ്റ കുട്ടികൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടതല്ലേ. അവരെന്ത് ആവശ്യമായിട്ടാണോ മുന്നേറ്റിറങ്ങിയത്, ആ ആവശ്യം അവർ സാധിച്ചെടുത്തു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നമ്മുടെ അഭിജിത്ത് ജിക്കയുടെ ഈ ഒരു വാർത്ത ഒന്ന് കണ്ടതിന് ശേഷം മുനീർ ഭായി പറയുന്നത് കൂടെ ഒന്ന് കേൾക്കാം. ഹിന്ദി മനസ്സിലാകാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത്. कल जुनैद भाई हमारे पहले दिन से खाना दे रहे हैं, बिना किसी लालच के, कुछ नहीं मिल रहा है उनको। पहले दिन से सरकार उनके पीछे पड़ी है, आईबी वाले पड़े हैं, सीआईडी वाले पड़े हैं। परसों उनके पूरे परिवार को उठा के जेल भेज दिया, डिटेन कर लिया। गाजियाबाद के रहने वाले हैं जुनैद भाई। यूपी से कितने लोग एक बार बता देना। तो योगी जी ये वीडियो देख रहे हैं तो जुनैद भाई के परिवार को तुरंत रिहा कीजिए, वरना जितनी जनता यूपी की समय यहाँ मौजूद है उससे 500 गुना ज्यादा जनता भी जाकर जुनैद भाई के परिवार के समर्थन में धरना देगी। പിള്ളേർ വേറെ ലെവലാട്ടാ. പിള്ളേരോട് പിള്ളേർ കളി പഠിപ്പിക്കുമെന്ന് ഒന്ന് കണ്ടതല്ലേ ഉള്ളൂ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത പരിപാടിയായിട്ട് വാ. പിള്ളേരൊക്കെ ഒന്ന് ഉഷാറായി വരട്ടെ. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കാലത്ത് സമരം ചെയ്യുന്നവർക്ക് സൗജന്യമായി ഭക്ഷണവും വെള്ളവും നൽകി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചയാളാണ് മുഹമ്മദ് ജുനൈദ്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് നെഹാൽ ഗ്രാമവാസി. പതിവ് പോലെ ഭരണകൂടത്തിന്റെ മനുഷ്യത്വഹീനവും വൃത്തികെട്ടതുമായ നിലപാടുകൾ ജുനൈദിന് നേരെയും ഉയരുന്നതാണ് നാം കണ്ടത്. പ്രതിഷേധക്കാർക്ക് ഭക്ഷണവും വെള്ളവും നൽകിയതിന്റെ പേരിൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ യുപി പോലീസ് തന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ബന്ധുക്കളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നുവെന്ന് ജുനൈദ് ആരോപിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പിതാവ് മുസ്തഫയെ കസ്റ്റഡിയിലെടുക്കുകയും കുടുംബാംഗങ്ങളുടെ ബാങ്ക് പാസ്ബുക്കുകൾ, മറ്റ് തിരിച്ചറിയൽ രേഖകൾ എന്നിവ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. കൂടാതെ സഹോദരിയുടെ ഭർതൃപിതാവിനെയും ഭാര്യ സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ബുദ്ധിമുട്ടിച്ചതായും ആരോപണമുയർന്നിരുന്നു. പ്രതിഷേധത്തിലെ പങ്കാളിത്തം കാരണം തന്നെയും കുടുംബത്തെയും ഭയപ്പെടുത്താനുള്ള ശ്രമമാണ് പോലീസ് നടപടിയെന്നും ജുനൈദ് ആരോപിച്ചിരുന്നു. യുപി പോലീസിന്റെ ഈ നടപടിയെ സിജെപി ശക്തമായി അപലപിക്കുകയും ജുനൈദിന്റെ കുടുംബത്തെ ഉടനടി വിട്ടയച്ചില്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും സിജെപി വക്താവ് അശുതോഷ് റാങ്കസ് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് മുന്നറിയിപ്പ് നൽകി. ഈ ദേശസ്നേഹം വിളമ്പിക്കൊണ്ടുവരുന്ന ഈ മരവാണ സംഖ്യകളോട് പറയാനുള്ളത്, എടാ ഇതാടാ നമ്മുടെ ഇന്ത്യ. ഈ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയൊക്കെ തോളോട് തോൾ ചേർന്നിരുന്ന് ഈ രാജ്യത്ത് ഇങ്ങനെ ജീവിക്കുന്നതാണല്ലോ. ഇത് തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ സുന്ദരമായിട്ടുള്ള നാടെന്ന് നമ്മൾ വിശ്വസിച്ചത്. പക്ഷെ നിന്നെപ്പോലുള്ള കൃമി കീടങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും തകർക്കും. പിന്നെ ഇവർക്ക് ഈ ഫുഡ് എത്തുന്നത് പാകിസ്ഥാൻ, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, പിന്നെ ഖത്തറിൽ നിന്നും പ്രത്യേക ഫ്ലൈറ്റിനകത്തൊക്കെയാണ് വരുന്നതെന്നാണ് ഈ മരമണ്ടൻ ചാണകം തലയ്ക്കകത്ത് കുത്തി നിറച്ച കേരളത്തിലെ ഈ സംഖ്യ പൊട്ടന്മാർ കിടന്നുകൊണ്ട് കുരയ്ക്കുന്നത് കേട്ടോ. ഒരുത്തിനിട്ടിരിക്കുന്ന ഒരു കമൻറ്റ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിലൊന്ന് കൊടുത്താം. ഓ തീവ്രവാദി, ധൈര്യമുണ്ടെങ്കിൽ
ഉറുദു ഓർ ഹിന്ദിയിൽ സംസാരിക്കുക. നീ 1400 വർഷം മുമ്പുള്ള മുഹമ്മദിൻ്റെ പിൻഗാമിയല്ലേ, അതുകൊണ്ട് അനക്ക് അറബി കല്യാണം അറിയാമായിരിക്കും. അത് വല്ല സംഭവമൊന്നുമല്ല. ധൈര്യമുണ്ടെങ്കിൽ നീ ആ വെടി ഹിന്ദിയിൽ പൊട്ടിക്ക്, കാണട്ടെ തീവ്രവാദി തക്കാളി പാകിസ്ഥാൻ പോടാ. ഇവൻ്റെയൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സ്ത്രീധനം കിട്ടിയതാണ് ഇന്ത്യ എന്നാണ് ഇവൻ്റെയൊക്കെ വിചാരം. സത്യത്തിൽ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സമയത്തെ നിൻ്റെയൊക്കെ പൂർവികന്മാരുണ്ടല്ലോ, ലവന്മാരൊക്കെ സവർക്കറിൻ്റെയൊക്കെ ഷൂവും നക്കി അവൻ്റെയൊക്കെ ആസനവും നക്കി വെളുപ്പിച്ച ടീമുകളാണ്. അപ്പോൾ നീയൊന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ പറയണ്ട. പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര പ്രിയമുള്ള രാജ്യമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാന് നമ്മുടെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്ത് കൊടുക്കുന്നവരെല്ലാം സംഖ്യകളാണ്. അവിടെ പോയിട്ടുള്ള വ്ളോഗറൊക്കെ നീ കണ്ടു കാണുമല്ലോ അല്ലേ? എടാ, നിന്നെപ്പോലുള്ള രാജ്യദ്രോഹികൾ, നിന്നെപ്പോലുള്ള രാജ്യവിരുദ്ധന്മാർ ഇവിടെ വന്നിട്ട് ദേശസ്നേഹം വിളമ്പിയിട്ട് ഞങ്ങളെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിതേ ഈ മുഹമ്മദ് ഭായ് എന്ന് പറഞ്ഞ ഈ സഹോദരൻ പറയുന്നത് ഒന്ന് കേട്ടോ. दिक्कत ये हुई, अभी तक तो सही चल रहा था, अभी सिर्फ पूछताछ वगैरह या ये थ्रेड वगैरह मिल रही थी, लेकिन कल शाम में मेरे घर पर पुलिस आई, मेरे पिताजी को लेकर गई उठा करके, और वो देर रात फिर उनको छोड़ दिया. उसके पश्चात सुबह 9 बजे फिर से मेरे पिताजी को पुलिस घर से उठाकर लेकर चली गई, और इसके बाद उनको नहीं छोड़ा. उसके बाद मेरी बहन रहती है मेरठ में, उनके ससुर को और उनके देवर को उठा कर लेके गई. मसूरी पुलिस है, गाजियाबाद जिले की मसूरी थाने की पुलिस. उसके पश्चात मेरे जो सभी बहन भाई हैं, मेरे पिताजी माताजी, सबकी पासबुक वो जब्त कर लिए, सबके आधार कार्ड जब्त कर लिए, और ये कह रहे हैं कि मेरे थाने में कि मुझको लाके यहाँ पे दो तो हम आपको छोड़ देंगे, इतना आप नहीं लाके दोगे. तो आप क्या मसूरी थाने में वांटेड है? नहीं, मैं शून्य अपराधी, जीरो है, कोई अपराध नहीं है. अपराधी हम तो छात्रों के लिए संघर्ष कर रहे हैं, मेरा कोई भी अपराध नहीं है, कोई भी शून्य है. क्यों मसूरी थाने को क्यों जुनैद भाई की जरूरत पड़ी गई? वो इसलिए कि ताकि हम यहाँ पर सेवा न दे सके. वो ये जो हिंदू मुस्लिम सब भाईचारा बढ़ रहा है और शिक्षा के लिए हम काम कर रहे हैं, वो ये चाहते हैं कि ये भाईचारा ना बढ़े और ये चीजें ना. ജന്തർ മന്ദിറിൽ സമരം ചെയ്ത ഈ കുട്ടികൾക്ക് വെള്ളവും ഭക്ഷണവും കൊടുത്തതിൻ്റെ ഒറ്റ പേരിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലുള്ള പോലീസ്, യോഗിയുടെ പോലീസ് ഇവരുടെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തി അവിടുന്ന് അവരുടെ പാസ്ബുക്കും ID പ്രൂഫും ആധാറും ബാങ്ക് ഡീറ്റെയിലും എല്ലാം കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ. സത്യം പറയാം, ഇത് നമ്മുടെ രാജ്യത്തിന് അപമാനമാണ് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ജുനൈദ് അവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതും അദ്ദേഹം കൊണ്ടുവരുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെ തീവ്രവാദ ഫണ്ടാണ് എന്ന് കരുതിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്തത് ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് ഇവരെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കമൻറ്റുകൾ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ, അതിനകത്ത് വരുന്ന കമൻറ്റുകൾ, വിദ്വേഷ കമൻറ്റുകൾ. എന്തിനു വേണ്ടിയാണ് ഈ വിദ്യാർത്ഥികൾ ഈ സമരം നടത്തിയത് അല്ലേ? ഈ രാജ്യത്തിൻ്റെ ഭാവി തലമുറ അവരുടെ നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ഈ ഒറ്റ സമരത്തോടുകൂടി നമുക്ക് മനസ്സിലായി. ഒരിക്കലും ഈ സംഘപരിവാർ ഇവിടുത്തെ ഒരു തലമുറയ്ക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം എത്തിച്ചു കൊടുക്കത്തില്ല. കാരണം അത് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിന്തിക്കും, അവർ ചരിത്രം പഠിക്കും. അവർ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിരോധികളും രാജ്യദ്രോഹികളും ഇവന്മാരാണെന്നുള്ളത് ഇവിടുത്തെ യുവതലമുറ മനസ്സിലാക്കും. അതോടുകൂടി ഇവരുടെയൊക്കെ കട്ടയും പടവും മടങ്ങും. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വിദ്യാഭ്യാസം നൽകാതെ ഇങ്ങനെ ഈ ആളുകളുടെ കയ്യിൽ ഇരുമ്പ് ദണ്ടും കത്തിയും കടാരയും വടിവാടും കൊടുത്ത് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി, വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നിനെ അടവച്ച് വിരിയിപ്പിച്ച് ഇങ്ങോട്ട് പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഈ ഒരു വീഡിയോ കണ്ട എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.